അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നിങ്ങളുടെ വിജയത്തെ ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ വിജയമായിട്ടാണ് CPM വ്യാഖ്യാനിക്കുന്നത്. അപ്പുറത്ത് BJPയും അതെ. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ എന്നുള്ളത് ഇനിയും തുടരുമെന്നുള്ള പ്രസ്താവന, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇനിയും തുടരുമെന്നാണ് ഇന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. നാളെ അതിൽ കൂടുതൽ വിശദമായൊരു വാർത്താസമ്മേളനം നടത്തുമെന്നാണ് അറിയുന്നത്. ആ പിന്തുണ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ആ ഒരു പിന്തുണയിലാണോ നിങ്ങളുടെ വിജയം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇന്നിപ്പോൾ ആര്യടൻ ഷൗക്കത്ത് നന്ദി പറയുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെ എടുത്തു പറയുന്നുണ്ട്. അത് ഒരു മുൻപില്ലാത്തൊരു രീതിയാണ്, എടുത്തു പറഞ്ഞു. അപ്പോൾ ആ പിന്തുണ എന്നുള്ളത് അതിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അത് അസോസിയേറ്റ് അംഗം എന്നുള്ള രീതിയിൽ ആ പാർട്ടി വരുമോ? അതല്ല മുന്നണിയുടെ ഭാഗമാകും എന്ന രൂപത്തിൽ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. സ്മൃതി, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ UDFന് ഏകദേശം 77,000 വോട്ട് ലഭിച്ചിരിക്കുന്നു. CPMന് 66,000 വോട്ട് ലഭിച്ചിരിക്കുന്നു. ഇത് എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് UDFന് അനുകൂലമായി വന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഞാൻ പറയുന്നത്, ജനാധിപത്യത്തിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ്. വേണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കൂടി ഇരുന്നിട്ട് പറയുകയാണ്, നമുക്ക് ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭരണമുന്നണിക്കെതിരെ വോട്ട് ചെയ്യാം, അല്ലെ അനുകൂലമായി വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനപ്രകാരമാണ് വോട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, വിടുതല ജനത കക്ഷി എന്ന് പറയുന്ന വലിയ അംബേദ്കർ പാർട്ടി അവരുടെ പ്രാതികൾ വന്ന് നമ്മുടെ കൂടെ വന്നിട്ട് എന്താ പറയുക, പത്രസമ്മേളനം നടത്തി പിന്തുണ അറിയിച്ചു. എല്ലാ മേഖലകളിലും വർക്ക് നടത്തി. അത് എന്താ പറയുക, SC ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ തീവ്രസഭയുടെ ഓർഗനൈസേഷൻ, ഒരുപാട് പേര് പിന്തുണകളും പറഞ്ഞു. അതായത് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പോളിസിക്കെതിരെയുള്ള അവരുടെ പ്രതികരണമാണത്. ആ പ്രതികരണത്തിലൂടെ നമുക്ക് വോട്ട് തന്നാൽ, UDFന് വോട്ട് തന്നാൽ, LDFന് വോട്ട് തന്നാൽ, ആ വോട്ട് തരുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഐഡിയോളജി അല്ല CPMൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ല ലീഗിൻ്റെ ഐഡിയോളജി മുഴുവൻ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നല്ല അർത്ഥം. നിലവിലെ പോളിസി അവർ ഗവൺമെൻറ്റിൻ്റെ പോളിസി എതിർക്കുന്നു, അതിനൊരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ആ തീരുമാനം എടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ CPMകാരൻ എനിക്കൊരു വോട്ട് തന്നാൽ ഞാൻ CPMൻ്റെ ഐഡിയോളജി സ്വീകരിച്ചു എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ എൻ്റെ ഐഡിയോളജി ആ വോട്ട് തന്നയാൾ സ്വീകരിച്ചു എന്നല്ല അർത്ഥം. അത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള നിലവിലുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള അവരുടെ വികാരം ഒരു എക്സ്പ്രസ് ചെയ്യാണ്. ഇത് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഓരോ ഗ്രൂപ്പും, സോഷ്യൽ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഭരണകക്ഷി പഠിക്കണം. അവരങ്ങനെ തീരുമാനം എടുക്കുന്നതിൻ്റെ ബേസിക് റീസൺ അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നവർ മനസ്സിലാക്കണം. ആ പ്രശ്നങ്ങൾ മാറ്റാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ആരെങ്കിലും പിന്തുണ പറയുന്നത് ജനാധിപത്യ അവകാശമാണ് പിന്തുണ കൊടുക്കുക എന്നുള്ളത്. പിന്തുണ കൊടുക്കുമ്പോൾ അവരെ ശുദ്ധമായ അസഭ്യം പറയുക, അവരോട് പോയി പിന്തുണ ചോദിക്കും, അവരുടെ പിന്തുണ മേടിക്കുകയും ചെയ്യും. അപ്പോൾ പിന്തുണ അവർക്ക് ഇപ്പോൾ PDP പിന്തുണ കൊടുത്തു, പിന്നെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു, മറ്റു പല കക്ഷികളും പിന്തുണ കൊടുത്തു. അപ്പോൾ ഈ പിന്തുണ കൊടുക്കുന്ന ആളുകളൊക്കെ നല്ല ആളുകളും അല്ലാത്തൊരു മോശം. ഇപ്പോൾ PDPയെക്കുറിച്ച് ഞങ്ങൾക്ക് മോശം പറയേണ്ട ആവശ്യമില്ല, അവരുടെ തീരുമാനമാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസി എത്ര തെറ്റായതാണെങ്കിലും ശരി, ഞങ്ങൾ അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്ന് PDPക്ക് എടുക്കാനുള്ള അവകാശമുണ്ടെന്നേ. ആ അവകാശം അവർ ഇൻവോക്ക് ചെയ്തു, അവർ വോട്ട് ചെയ്തു. പക്ഷേ വോട്ട് ചെയ്തിട്ടും സ്വരാജിനെ പോലെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് പോലും 11,000 വോട്ടിന് അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഞങ്ങളവിടെ പ്ലേസ് ചെയ്തത്, അതായത് UDF അവിടെ പ്ലേസ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്, ഗവൺമെൻറ് തീരുമാനങ്ങളാണ്, ഗവൺമെൻറ് കെടുകാര്യസ്ഥതയാണ്. ആ ഇഷ്യൂസ് റിഫ്ലക്റ്റ് ചെയ്തു. അത് പാൻ കോൺസ്റ്റിറ്റ്യുവൻസി ഇമ്പാക്റ്റാണ്. അതല്ല ഒരു പർട്ടിക്കുലർ ഏരിയയിലോ പർട്ടിക്കുലർ ആളുകൾ കൂടുതലുള്ള ഏരിയയിലോ മതക്കാർ കൂടുതലുള്ള ഏരിയയോ രാഷ്ട്രീയക്കാർ കൂടുതലുള്ള ഏരിയയിലല്ല, എല്ലായിടത്തും ഒരേ ഇമ്പാക്റ്റാണ്. എക്സെപ്റ്റ് ഒരു പർട്ടിക്കുലർ ഒരു പഞ്ചായത്ത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ലീഡ് ചെയ്യുകയും ആ പഞ്ചായത്തിൽ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന ലീഡ് കുറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങളുടെ വീഴ്ചകൾക്കെതിരെയുള്ള മാൽ അഡ്മിനിസ്ട്രേഷനെതിരെയുള്ള ഒരു വോട്ടിംഗ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് കാണിക്കണം. അത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ വീണ്ടും ഈ പിന്തുണ തുടരുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഭാഗമല്ലാതെ നിൽക്കുന്ന മുന്നണിയാണ് UDF, അല്ലെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ ലീഗ്. കേന്ദ്രത്തിലും സർക്കാരിലില്ല, കേരളത്തിലും സർക്കാരില്ല. കഴിഞ്ഞ 10 വർഷമായിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ഭരണക്കാരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പിന്തുണ കൊടുക്കാൻ ആളുകൾ വരും. അങ്ങനെ വരുമ്പോൾ ധാർഷ്ട്യം കാണിക്കരുത്. അവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ നയം തിരുത്തണം. നയം തിരുത്തിയിട്ട് അവരുടെ പിന്തുണ ആർജിക്കാൻ കഴിയണം. ഇനിയും ഉണ്ടല്ലോ ഏതായാലും അവസാനമായി ഒരു 10 മാസം കൂടെ ഭരിക്കാനില്ലേ. ഈ 10 മാസം ഭരിക്കുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ധാർഷ്ട്യം ഒഴിവാക്കണം. ഏറ്റവും മിനിമം ആ ആശാ വർക്കർമാർ അതിന് മുമ്പ് സെക്രട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരോട് നിങ്ങൾ കാണിക്കുന്നൊരു വെല്ലുവിളി ഉണ്ടല്ലോ,
ആ വെല്ലുവിളിയൊക്കെ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെ ഈ വനം വകുപ്പ് മന്ത്രി ഇയാൾ മതി, അദ്ദേഹം എത്ര നിരുത്തരവാദിത്വപരമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? അത് തിരുത്താൻ തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ ഇത്തരം തിരുത്തലുകൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ തിരിച്ചു വിളിക്കാൻ സാധിക്കുമോ എന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികളെ തിരിച്ചു വിളിക്കാനുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നാൽ എപ്പോഴും തിരിച്ചുവിളി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയോ ജനങ്ങൾക്ക് അവരുടെ പ്ലെബിസൈറ്റ് കൊടുക്കാൻ പറ്റും. ജനങ്ങൾക്ക് പറയാം ഇയാൾ കൊള്ളാമലയുടെ വേണ്ട എന്ന് തീരുമാനിക്കാം. അതൊക്കെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ആ ട്രീറ്റ്മെൻറ്റ്സിലൂടെ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകണമെന്നാണ് അതിൻ്റെ പോളിസി. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു 4 ഷോക്ക് തന്നു. അത് പുതുപ്പള്ളി മുതൽ തന്നു, പുതുപ്പള്ളി തന്നു, തൃക്കാക്കരയിൽ തന്നു, പാലക്കാട്ട് തന്നു, ചേലക്കര തന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഇവിടെ സിറ്റിംഗ് സീറ്റാണ് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇത് തന്നെ തുടരുകയാണ്. ഒരു വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും ഇതേ ജൽപ്പനങ്ങൾ തുറന്നുകൊണ്ടിരുന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അത് തന്നെ തുറന്നുള്ളൂ. ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ദുർഭരണത്തിനെതിരെയുള്ള ഞങ്ങളുടെ ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ഒരു സെക്യുലർ കേരളത്തിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഈ കേരളത്തിൻ്റെ മതേതരത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്കതൊന്നും അല്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ തലയിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമുള്ളത് അവരുടെ ജീവിത പ്രശ്നങ്ങളെയാണ്. ആ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇന്നും തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും എന്ന് വരുന്നതെങ്കിൽ അത് നിരുത്തരവാദിത്വപരമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. നിങ്ങളുടെ മുൻകാല നേതാക്കളൊക്കെ എങ്ങനെയായിരുന്നു ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ കാവൽ മന്ത്രിസഭയുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് AK ആന്റണി പറഞ്ഞില്ലേ? അക്ഷരാർത്ഥത്തിൽ അതാണോ അല്ലയോ എന്നൊന്ന് പഠിക്കുക. നിങ്ങളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ 15,000 ആളുകൾ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട തീരുമാനിച്ചു. ഏറ്റവും മിനിമം സ്വരാജിനെ പോലുള്ള സ്റ്റാർ കാൻഡിഡേറ്റ് വന്നിട്ടും നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അതൊരു പ്രശ്നമാണ് എന്ന് നിങ്ങൾ CPM-നെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുമ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർക്കുന്നു എന്നത് ഒരു പ്രതികരണം സ്വരാജിന്റെ ഭാഗത്ത് വന്നത് കേട്ടുകാണുമല്ലോ. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സ്വരാജിനെ പരിഹസിക്കാൻ വേണ്ടി കോൺഗ്രസിലെ നേരത്തെ BJP-യുടെ ഭാഗമായിരുന്ന സന്ദീപ് വാര്യർ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആണ്. അതിനുശേഷം അത് ഏറ്റെടുത്തുകൊണ്ട് ചില സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അതേ പോസ്റ്റ് അതേ രീതിയിൽ തന്നെ അത് ഷെയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. സത്യാനന്തര കാലത്ത് ഇങ്ങനെയല്ലാതെ മറ്റു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഏത് ഘട്ടത്തിലാണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണ്. അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ടാണ് അന്ന് M. സ്വരാജ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അത് എടുത്ത് അദ്ദേഹത്തെ പരിഹസിക്കാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? അല്ല, സ്മൃതി പറഞ്ഞ ഒരു പോയിന്റിനോട് യോജിക്കുകയാണ്. പ്രതികരണങ്ങളോട് നമ്മൾ കുറച്ചുകൂടി പക്വത കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രതികരണങ്ങളോട് പക്വത. സ്വരാജിന് ഇപ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, സ്വരാജ് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ പരാജിതനായ ഒരു സ്ഥാനാർത്ഥിയോട് കാണിക്കേണ്ട മര്യാദ കാണിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ആ സിറ്റുവേഷനിൽ സ്വരാജിനോട് ഇപ്പോൾ ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം സ്വരാജ് ഇട്ടിരിക്കുന്ന ഇന്നത്തെ പോസ്റ്റ് സ്വരാജിൻ്റെ ഒരു ഫീലിംഗിൽ നിന്ന് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്ന ചില ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞ കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെയും സ്വരാജ് ചെയ്തൊരു കാര്യമുണ്ട്. സ്വരാജ് അവിടെയും മതവും ജാതിയും തീവ്രവാദവും ഒക്കെ കൂട്ടിച്ചേർക്കുകയാണ്. അത് നിർത്ത് സ്വരാജ്, പറയൂ, പാർട്ടിക്കുള്ളിൽ പറയൂ. നമ്മുടെ പാർട്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിനൊരു കുഴപ്പമുണ്ട്, ആ കുഴപ്പം തിരുത്തണം എന്ന് വേണം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ. ആ തിരുത്തുന്നില്ലെങ്കിൽ വർഗീയ വോട്ട് എന്ന് പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിക്കാം, എന്നാൽ തെറ്റില്ല അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വാദവുമുണ്ട്. പക്ഷേ സ്വരാജ് മറ്റൊരു അവസരത്തിൽ അതിഗൗരവത്തിൽ പറഞ്ഞ ഒരു പ്രതികരണത്തെ, ഒരു സ്റ്റേറ്റ്മെന്റിനെ എവിടെയാണ് ഒരു കോൺഗ്രസ് നേതാവ് ഉപയോഗിക്കുന്നത്? ഏത് രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്? അത് ഏറ്റെടുക്കുന്നത് പിന്നീട് ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ, ശശികല ടീച്ചർ എന്ന് ഞാൻ വിളിക്കുന്നത്, അവരെ പോലുള്ള ആളുകളാണ് അതെടുത്ത് പിന്നീട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ഐക്യം സംഭവിക്കുന്നത്? ഉദ്ദേശവും ഇല്ലാതെ ഒരു ഐക്യം സംഭവിക്കുന്നുണ്ട്, ഒരു ആശയം ആ രൂപത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, അവിടെയും ഞാൻ പറയുന്നത് അവിടെയും ഉപയോഗപ്പെടുത്തുമ്പോൾ ആരായിരുന്നാലും ശരി, മതവും ജാതിയും തീവ്രവാദവും തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നതിന് പകരം
എപ്പോഴും നമ്മൾ പറയേണ്ടത് ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ്. ശരി. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പഠിക്കുക. അതിപ്പോൾ ഒരു തെറ്റായ ഒരാളൊരു പരാമർശം നടത്തിയിരിക്കട്ടെ, പക്ഷെ അതിനോട് പ്രതികരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ. സ്വരാജിനോട് ഞാൻ ഇന്നത്തെ ദിവസം പറയുന്നത്, സ്വരാജിന് പെട്ടെന്ന് ഒരു ഹാർട്ട് ബേൺ ഉണ്ടായ ഒരു സംഭവമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും സ്വരാജിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തിരുത്തൽ പാർട്ടിക്കുള്ളിൽ വേണം, തിരുത്തൽ സർക്കാരിൽ വേണം എന്ന വാക്ക് തീർച്ചയായിട്ടും അത് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം പറയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹം ജനങ്ങളെ തൊട്ടറിഞ്ഞിട്ട് ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇമ്പാക്റ്റിനെ പാർട്ടി കമ്മിറ്റികൾ അദ്ദേഹം പറയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.